أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما تفرق الذين أوتوا الكتاب إلا من بعد ما جاءهم البينة فما أمرت إلا ليعبدوا الله مخلصين له الدين حنفاء وأقيموا الصلاة وآتوا الزكاة وذلك دين القيمة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين
مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അഞ്ചാമത്തെ കാര്യത്തിലേ ഞാൻ എല്ലാവരും ഓതുമ്പോൾ പിന്നെ അതാണ് ഒരു ഫ്ലോറിൽ വരുന്നത്. അതാണ് സ്വലാത്തെന്ന് അത് നമ്മളൊരിക്കൽ പറഞ്ഞു തന്നാലും വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറയാം. ആദ്യം മുതൽ തന്നെ നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ തഫറഖല്ലദീന, അവിടെയൊക്കെ സാദാ പോലെ നീട്ടിയാൽ മതി. പിന്നെ ഊത്തുൽ കിതാബ, അവിടെയും സാദാ പോലെ. അവിടെ ഊത്തു കഴിഞ്ഞിട്ട് എന്തുണ്ട്? ആ ഊത്തു കഴിഞ്ഞിട്ട് വാവിൻ്റെ ശേഷം ഒരു അലിഫ് കാണില്ല നിങ്ങൾ ഇല്ലേ? ആ അയിമൽ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? ഇങ്ങോട്ടൊക്കെ റൗണ്ട് അബൌട്ടിലുള്ള സുക്കൂന്. പല സുക്കൂനുണ്ട്. റൗണ്ടിലുള്ള മുദവ്വറായ സുക്കൂന് നമുക്ക് ഓർക്കാൻ നല്ല റൗണ്ട് അബൌട്ട് പോലെയുള്ള സുക്കൂന് അത് കാണാം. ഇനി നിങ്ങൾ പറഞ്ഞെടുത്തും അത് നോക്കി നിങ്ങൾ. പിന്നെ യു ഉത്തു അവിടെയുണ്ട്. പിന്നെ യുക്കീമു അവിടെയുണ്ട്. യഅ്ബുദു അവിടെയുണ്ട്. അവിടെയൊക്കെ വാവിൻ്റെ ശേഷം ഈ റൗണ്ട് അബൌട്ടുള്ള സുക്കൂന് കാണാം. അലിഫുമ്മൽ ഇങ്ങനെ സുക്കൂന് കണ്ടാൽ ആ അക്ഷരത്തെ ഉച്ചരിക്കുകയില്ല. അതാണ് നിയമം. ആ അക്ഷരത്തിന് എന്തുണ്ടാവില്ല? വമാ തഫറഖല്ലദീന ഊത്തു കഴിഞ്ഞിട്ട് അതുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് വമാ ഉമിറു കഴിഞ്ഞിട്ട് അതുണ്ട്. പിന്നെ യുഖീമു കഴിഞ്ഞിട്ടുണ്ട്. യുഉത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ചു വരിക. അതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ അലിഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടായാൽ ആ അക്ഷരത്തിന് എന്തുണ്ടാവില്ല? എന്ന് ഉച്ചരിക്കൂല എന്നർത്ഥം. ഒന്നത്. രണ്ട്, മിംബാഴ്തി. അവിടെ എന്താ ചെയ്യേണ്ടത്? മിംബാഴ്തി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? ഇഖ്ലാബ് ചെയ്യണം. അവിടെ എങ്ങനെ ഇഖ്ലാബ് ചെയ്യാം? മിൻ എന്നുള്ള നൂനിൻ്റെ ശബ്ദത്തെ എന്താക്കി മാറ്റണം? മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. അപ്പം എങ്ങനെ ഓതണം? മിൻ നല്ല ഊത. മിംബാഴ്തി ഒരല്പം ഉന്നത്തോടു കൂടി ഊത. മിംബാഴ്തി. പിന്നെ ജാ അ, അവിടെ കണ്ടില്ല നിങ്ങൾ? ജാ അ നീട്ടണം. എന്തുകൊണ്ടാണ് നീട്ടണത്? ജാ അ, ഈ അലിഫ് കണ്ടില്ല നിങ്ങൾ? നടുവിലുള്ള അലിഫിൻ്റെ ശേഷം അല്ലെങ്കിൽ വാവിൻ്റെ ശേഷം അല്ലെങ്കിൽ യാഇൻ്റെ ശേഷം എന്ത് വരിക? ഹംസ എന്നുള്ള അക്ഷരം വരിക. അങ്ങനെ വന്നാൽ 4 മുതൽ 6 കതിർ വരെ നീട്ടിക്കൊള്ളണം. അങ്ങനെയാണ് ജാ അ. കണ്ടില്ലേ? അലിഫിൻ്റെ ശേഷം ഹംസ വന്നു. അപ്പോൾ എങ്ങനെ ഓതണം? മിം ബഅദി മാ ജാഅത്തുഹും. അവിടെ ജാ അ നീട്ടണം. അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ എന്ന് പറയും. പിന്നെ മാ ജാഅത്തുഹുമുൽ ബയ്യിന. അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പം ഒരു സാധനം താഴേക്കൂട്ട് അതിൻ്റെ മുകളിലോട്ട് വരുന്ന പ്രതിധ്വനി രൂപത്തിലാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഓതണം? ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുഹുമുൽ ബയ്യിന. പിന്നെ വമാ ഉമിറു അവിടെയുണ്ട്. വമാ ഉമിറു ഇതന്നെ കണ്ടില്ലേ? വമാ എന്ന് മാ എന്നുള്ളിടത്തൊരു അലിഫില്ലേ? ഈ നീട്ടാനുള്ള അലിഫില്ലേ? എന്നിട്ട് ഹംസ വരുന്നില്ലേ? മാ കഴിഞ്ഞിട്ട് ഊ വരുന്നില്ലേ? അപ്പം അവിടെ എന്ത് ചെയ്യണം? വമാ ഉമിറു. ഇതിൻ്റെ പേര് മദ് മുൻഫസിൽ എന്നാണ്.
ഇതിൻ്റെ പേര് ആദ്യം പറഞ്ഞതിൻ്റെ പേര് ജാത്തുമ്മിൽ മദ് മുത്തസിലാണ്. എങ്ങനെയാണ് മനസ്സിലാക്കുക? ജാ എന്നുള്ളത് ഒരൊറ്റ പദമാണ്, ഒരു പദമാണ്. ആ പദത്തിൽ തന്നെ മദ്ദിൻ്റെ അക്ഷരവും ഹംസയും വന്നാൽ അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. അവിടെ നീട്ടൽ ഹുക്കും എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിർബന്ധമാണ്. എന്നാൽ ഇത് മാ അലിഫ് വന്നത് മാ എന്ന അക്ഷരത്തിലും ഉമിറു എന്നുള്ള മറ്റൊരു പദവുമാണ്. രണ്ട് പദങ്ങളിലായി പിന്നെ നീട്ടാനുള്ള അക്ഷരവും ഹംസയും രണ്ട് പദങ്ങളിലായി വന്നാൽ അതിൻ്റെ പേരാണ് മുംഫസിൽ എന്ന് പറയും. നിയമം ഒന്ന് തന്നെ. നിയമം എന്താണ്? 4 മുതൽ 6 ഖദർ വരെ നീട്ടിക്കൊള്ളണം. ആദ്യത്തേത് മുത്തസിലിന് നിയമം വുജൂബ് എന്ന ഹുക്കുമാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് തജ്വീദിൻ്റെ. രണ്ടാമത്തേനോ ജവാസ്, നീട്ടണം പക്ഷെ വുജൂബില്ല എന്നാലും നീട്ടണം. അപ്പം എങ്ങനെ ഓതണം? വമാ ഉമിറു, വമാ ഉമിറു. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഉമിറു കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഒരു അലിഫുണ്ട്, അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ഉമിറു ഇല്ല, ഉമിറു ഇല്ല. എന്തുകൊണ്ടാണ് റൂ ഇല്ല ഓതിയത്? റൂ ഇല്ല ഓതിയത് എന്താ? റൂ കഴിഞ്ഞിട്ട് വാവില്ലേ അല്ലേ? ഈ റൂവിൻ്റെ ശേഷങ്ങളൊരു വാവ് കാണില്ലേ? ആ വാവിൻ്റെ ശേഷം എന്തുണ്ട്? ഈ എന്നുള്ള അക്ഷരം അംസുണ്ട്. അപ്പം അവിടെ നീട്ടണം. വമാ മാത്രമല്ല നീട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നീട്ടണം. വമാ ഉമിറു ഇല്ല, വമാ ഉമിറു. കണ്ടോ? അവിടെ 2 സ്ഥലത്തും ഇതേ നിയമം തന്നെ. മദ് മുംഫസിൽ 4 മുതൽ 6 ഖദർ വരെ നീട്ടിക്കൊള്ളണം. പിന്നെ ഇല്ലാലി യഅ്ബുദുല്ലാഹ, യഅ്ബുദുല്ലാഹ, യഅ്ബുദു. അവിടെ യഅ്ബുദു വാവില്ലേ? പക്ഷെ നീട്ടാൻ പാടില്ല കൂട്ടി ഓതുമ്പോൾ. എങ്ങനെ ഓതണം? ഇല്ലാലി യഅ്ബുദുല്ലാഹ. ദു കഴിഞ്ഞിട്ട് ഒറ്റ ചാട്ടം ഏതിലേക്ക്? അള്ളാഹിലേക്ക് അടിച്ചാടുക. വാവിന് ഉച്ചാരണമല്ല, അലിഫിന് ഉച്ചാരണമല്ല. എന്തുകൊണ്ട് വാവിന് ഉച്ചാരണമല്ല? വാവ് അവിടെ എന്തെങ്കിലും ഹർക്കത്തുണ്ടോ? ഹർക്കത്തുണ്ടോ? വാന്നോ ബീന്നോ വൂന്നോ ഹർക്കത്തിട്ടണോ? ഇല്ല. ഹർക്കത്തിടാത്തപ്പോൾ അത് നഗ്നമാണ്. ഹർക്കത്തിടാത്ത അവസ്ഥക്കാണ് സുക്കൂന് എന്ന് അറിയണേ. അപ്പം സുക്കൂനാണ് അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ വാവിനും സുക്കൂന് വന്നു, അലിഫിനും സുക്കൂന് വന്നു. അപ്പോൾ രണ്ടിനും എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെ ഓതണം? ഇല്ലാ ഇല്ലാലി യഅ്ബുദുല്ലാഹ, യഅ്ബുദുല്ലാഹ എന്ന് ഓതാൻ പോകണ്ടെന്നർത്ഥം. യഅ്ബുദുല്ലാഹ, യഅ്ബുദുല്ലാഹ എന്നാണ് ഓതേണ്ടത്. പിന്നെ മുഖ്ലിസീന, മുഖ്ലിസീന എന്നല്ല, മുഖ്ലിസീന. സ്വലാത്ത് എന്നുള്ള അത് പ്രത്യേകം ഉച്ചരിക്കണം. അപ്പം എങ്ങനെ ഓതണം? മുഖ്ലിസീന ലഹുദ്ദീന. അവിടെ ലഹു കഴിഞ്ഞിട്ട് എന്തുണ്ട്? അലിഫിന് ഉച്ചാരണമല്ല, ലാമിനും ഉച്ചാരണമല്ല. അപ്പം എങ്ങനെ ഓതണം? ലഹു കഴിഞ്ഞിട്ട് ഒറ്റ ചാട്ടം ദാലിലേക്ക്. ലഹുദ്ദീന, ലഹുദ്ദീന. ലഹു അദ്ദീന എന്ന് ഓതണോ? പാടില്ല, റോങ് ആണ്. പിന്നെ ഹുനഫാ, ഹുനഫാ. എന്തുകൊണ്ട് നീട്ടണം? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ എന്താ? അലിഫ് വാവിൻ്റെ ശേഷം ഹംസ വന്നു. ഹുനഫാ എന്നുള്ള അലിഫുണ്ട്, അതിൻ്റെ ശേഷം എന്ത് വരുന്നുണ്ട്? ഹംസ എന്ന അക്ഷരം വരും. അപ്പോൾ എത്ര നീട്ടണം? 6 ഖദർ വരെ നീട്ടിക്കൊള്ളണം. മിനിമം 4 വേണം. അതിൻ്റെ പേര് മദ് മുത്തസിൽ. അത് ഒറ്റ വാക്കിലായതുകൊണ്ട്, ഒരു കലിമത്തിലായതുകൊണ്ട് അതിൻ്റെ പേര് അതിന് പറയാം മുത്തസിൽ എന്നാണ്. അപ്പോൾ അവിടെയും 4 മുതൽ 6 ഖദർ നീട്ടണം. അത് നിർബന്ധമാണ്. അപ്പോൾ എങ്ങനെ ഓതണം? ഹുനഫാ. പിന്നെ വയുഖീമുസ്സലാത്ത, യുഖീമു നീട്ടണോ? വാവുണ്ട് അവിടെ, പക്ഷെ നീട്ടാൻ പാടില്ല. ആ വാവിന് ഉച്ചാരണമില്ല. പിന്നൊരു മുദവ്വറായ സുക്കൂന്, റൗണ്ട് അബൌട്ടുള്ള സുക്കൂനുള്ള അലിഫ് വരുന്നുണ്ട്. പിന്നെ അസ്വലാത്ത എന്നുള്ളടത്ത് വസിലിൻ്റെ അംശം വരുന്നുണ്ട്. 3 അക്ഷരത്തിന് അവിടെ ഉച്ചാരണമല്ല. അപ്പം എങ്ങനെ ഓതണം? വയുഖീമുസ്സലാത്ത, യുഖീമു അസ്സലാത്ത എന്ന് ഓതേണ്ടി. അത് തെറ്റാ, അങ്ങനെ ഓതാൻ പാടില്ല. അവിടെ എഴുതിയെങ്കിലും അത് മറ്റൊരു കാര്യത്തിനാണ് അവിടെ എഴുതിയത്. അപ്പം എങ്ങനെ ഓതണം? വയുഖീമുസ്സലാത്ത, വയുഖീമുസ്സലാത്ത, വയുഖീമുസ്സലാത്ത. 3 വാവിന് ഉച്ചാരണമില്ല, അലിഫിന് ഉച്ചാരണമില്ല, വസിലിൻ്റെ അംസക്കും ഉച്ചാരണമില്ല. പിന്നെ സ്വലവാത്ത, അതല്ലേ ഇപ്പം നിങ്ങളുടെ ചോദ്യം? സ്വലവാത്ത് നമ്മൾ ഫസ്റ്റിലെ ക്ലാസ്സിൽ അത് എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഇതാണ് നിയമം.
അലിഫ് അല്ല വാവ് യാ അത് മാത്രം ഓർമ്മിച്ചാൽ മതി. വാവ് യാ, ഈ വാവിൻ്റെ ശേഷം അലിഫ് വരിക. യാഇൻ്റെ ശേഷം അലിഫ് വന്നാൽ വാ യാ എന്നാണ് ഉച്ചരിക്കേണ്ടത്. വാ വാ യാ യാ, ശേഷം അലിഫിട്ട. എന്നാൽ ഈ അലിഫിട്ട എവിടെ നോക്കിയാൽ നിങ്ങൾ വാവിൻ്റെ മിഡില്ല ഉണ്ടല്ലേ, യാഇൻ്റെ മിഡില്. അങ്ങനെ അലിഫ് വന്നാൽ മനസ്സിലാണ്ട് നിങ്ങൾക്ക്? വാവിൻ്റെ മിഡില് അലിഫ് വന്നാൽ, യാഇൻ്റെ മിഡില് അലിഫ് വന്നാൽ ആ അക്ഷരത്തെ അകാരമാക്കി ഉച്ചരിക്കണം, മേലോട്ട് കൊണ്ടുപോവുക. എന്ന് പറഞ്ഞാൽ വാവ് എന്നുള്ളതിന് എന്താവും, ആ എന്നുള്ള അകാരമായിട്ട് ഉച്ചരിക്കുക. അങ്ങനെയാണ് ആ ഉച്ചാരണം വരുന്നത്. മനസ്സിലായോ? അപ്പം എങ്ങനെ ഓതണം? ഇനി നോക്കി, സ്വലവാത്ത എന്നപ്പം നമ്മൾ സാധാരണ നിലയിൽ അപ്പം നമ്മൾ ഓർക്കുക. പക്ഷേ ആ സ്വലവാത്ത് ഓതണമെങ്കിൽ എന്ത് വേണം? വാവിൻ്റെ ശേഷം അലിഫിടണം, വാവിൻ്റെ മുകളിലല്ല. വാവിൻ്റെ നേരെ മിഡിൽ ഇട്ടാൽ അതിൻ്റെ അർത്ഥം ആ വാവ് എന്ന അക്ഷരത്തെ അ എന്ന അകാരമാക്കി ഉച്ചരിക്കണം. അപ്പം എങ്ങനെ ഓതണം? സ്വല അകാരമാക്കി ഉച്ചരിക്കണം എന്നാണ്. സ്വല വാത്ത എന്നില്ല, അല്ല, സ്വലാത്ത, സ്വലാത്ത ഉണ്ടല്ലേ. ജക്കാത്ത, അവിടെ ജക്കവാത്ത എന്ന എഴുതി ഉണ്ടാവുക നമ്മളെ നിയമപ്രകാരം. പക്ഷേ ഉച്ചരിക്കേണ്ടത് മിഡിലായതുകൊണ്ട് എന്ത് ചെയ്യണം? ജക്കാത്ത. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ ഇപ്പം നിങ്ങൾക്ക്? ഓക്കെ. ഇനി ഒന്ന് ഓതി വയ്ക്കാൻ. വയുഖീമുസ്സലാത്ത വയുഉത്തുസ്സകാത്ത് കണ്ടോ? വയുഉത്തുസ്സക, അവിടെ യുതൂ കഴിഞ്ഞിട്ട് എന്തുണ്ട്? വാവും അലിഫുണ്ട്, അസ്സകാത്തിൽ ഒരു അലിഫുണ്ട്. 3 അക്ഷരത്തിന് അവിടെ ഉച്ചാരണമില്ല. അപ്പം എങ്ങനെ ഓതണം? വയുഉത്തുസ്സകാത്ത വയുഉത്തുസ്സകാത്ത. പിന്നെ വദാലിക ദീനുൽ ഖയ്യിമ, ദീനുൽ ഖയ്യിമ. അവിടെ ലാമിന് ഉച്ചാരണമുണ്ട്, അലിഫിന് മാത്രം ഉച്ചാരണമില്ല. അൽ ഖയ്യിമ എന്നുള്ളിടത്ത് അലിഫിന് ഉച്ചാരണമില്ല. എന്താ ഈ അലിഫിന് ഉച്ചാരണം ഇല്ലാത്തത്? ഉച്ചാരണമല്ല അലിഫ് അല്ലാത്ത നമ്മൾ ആദ്യം പഠിച്ചിന്. ഇങ്ങനെ അലിഫിൻ്റെ മുകളിൽ ഈ അക്ഷരം കണ്ടാൽ ഉച്ചാരണം ഉണ്ടാവും, ഈ അടയാളം കണ്ടാൽ ഉച്ചാരണം ഉണ്ടാവും. അലിഫിൻ്റെ മുകളിൽ ചെറിയ കുട്ടിസാദ് കണ്ടാൽ ഉച്ചാരണം ഉണ്ടാവില്ല. ഇതിൻ്റെ പേര് ഖതഇൻ്റെ ഹംസ, ഇതിൻ്റെ പേര് വസ്ലിൻ്റെ ഹംസ. അപ്പോൾ ഖതഇൻ്റെ ഹംസ വന്നാൽ ഉച്ചരിക്കും. ഖതഇൻ്റെ ഹംസ വന്ന് നോക്കി നിങ്ങൾ, വമാ ഉമിറു, കണ്ടില്ലേ? ഈ അടയാളം വന്ന് തലക്കെട്ടുള്ള രൂപത്തിൽ അല്ലേ? അവിടെ ഇ ഉച്ചരിക്കണം. എന്നാൽ പിന്നെ ലിയ അബ്ദുല്ലാഹ, പിന്നെ അള്ളാഹ എന്നുള്ളൊരു ഇങ്ങനെ കണ്ടില്ലേ? അവിടെ തലകെട്ടില്ല വന്ന്. അപ്പം അതിന് കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. ആ നിൽക്കാണത് ഓതുന്നത്. ഇനി ഒന്നുകൂടി ഓതി വയ്ക്കാനും. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന. പിന്നെ വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ശ്വാസം കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ലഹുദ്ദീൻ. എന്നിട്ട് എന്ത് ചെയ്യാം? ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഉത്തുസ്സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. എന്തെങ്കിലും തജ്വീദിൽ സംശയം വേറെ എന്തെങ്കിലും ഉണ്ടോ? എടുത്തേലും ക്ലിയർ ആയപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇത് റെഡി ആയില്ലേ? ഓക്കെ. എന്നാൽ ഞാൻ അർത്ഥം പറഞ്ഞോളി. വമാ തഫറഖല്ലദീന, എന്താ? വമാ എന്ന് പറഞ്ഞാൽ ഇല്ല, മാ എന്ന് പറഞ്ഞാൽ ഇല്ല. മാ പലേതിനും വരുന്ന മാണ്ട്, ഇവിടെ എന്താ അർത്ഥം? ഇല്ല. പിന്നെ തഫറക്ക, ഫറക്ക എന്ന് പറഞ്ഞാൽ എന്താ? തഫറക്ക ഭിന്നിച്ചിട്ടില്ല, വേർപിരിഞ്ഞിട്ടില്ല. അല്ലദീന ഒരു കൂട്ടർ, ഊത്തുൽ കിതാബ ആ കൂട്ടർക്ക് വേദം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വേദം നൽകപ്പെട്ടവരാരോ അവർ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി ശേഷമല്ലാതെ, മാ ജാഅതുഹും അവർക്ക് വന്നതിന് ശേഷമല്ലാതെ, അൽ ബയ്യിന വ്യക്തമായ തെളിവ് വന്നതിന് ശേഷമല്ലാതെ. ആദ്യത്തെ മാ എന്താ അർത്ഥം? ആദ്യത്തെ മായുടെ അർത്ഥം ഇല്ല. എന്നാ മാ ജാഅതുഹും എന്ന് പറഞ്ഞ അർത്ഥം മായോ? അവിടെ അതാണ് മാനെ പറ്റി ശ്രദ്ധിക്കേണ്ടത്.
നല്ല മാ ആദ്യത്തത് ഇല്ല ഇല്ല അല്ലേ, ലൈസ എന്നുള്ള അർത്ഥം, നോ എന്നുള്ള അർത്ഥം. പിന്നെ രണ്ടാമത്തെ മായോ ഒന്ന്, ഒരു കാര്യം എന്ന അർത്ഥത്തിനാണ് മാ. അപ്പം നോക്കി നിങ്ങൾ, മാ പല അർത്ഥത്തിനും പല സന്ദർഭങ്ങളിലും വരുന്ന ഒരു കാര്യമാണത് മ. മ അല്ലേ, മാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥമുണ്ട്. പിന്നെ മാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏതൊന്നാണോ അത് എന്നതിന് ഉപയോഗിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, അർത്ഥമില്ലാതെയും വരും, പ്രത്യേക ഒരു അർത്ഥമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയും മാ വരും. ഒരുവൻ എന്നുള്ളതിന് മാ വരും. പിന്നെ എന്തൊക്കെ വരും, ഒരു ഇനിയിപ്പോൾ ഗ്രാമർ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. പിന്നെ ജാ എന്താ അർത്ഥം, വന്നു അല്ലേ. മാ ജാ എന്ന് പറഞ്ഞാലോ സാധാരണ നമുക്ക് ഓർമ്മ വരും എന്താ, വന്നിട്ടില്ല എന്നാ. പക്ഷെ മറ്റൊരർത്ഥം കൂടിയുണ്ട്, വരവ്. വരവ്, വന്നത് എന്ന അർത്ഥം കൂടി ചെയ്യുന്നുണ്ട് മാ ജാ. കത്തബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എഴുതി. മാ കത്തബ പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് കൂടി വരിക എഴുതിയിട്ടില്ല. എന്നാൽ മാ കത്തബ അതിന് മിഡിലൊക്കെ കൊണ്ടുവരുമ്പം എഴുതിയതെന്തോ അത്, ആ എഴുതിയ കാര്യം എന്നതിനാണ് അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതാണ് ഇവിടെ. ഇനി നോക്കി നിങ്ങൾ, വമാ തഫറക, ഭിന്നിച്ചു പോയിട്ടില്ല. അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവരാരോ അവർ. ആരാ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ എന്ന് പറയുന്നത്? ജൂത ക്രിസ്തീയ വിഭാഗം. ഇല്ലാമിം ബഅദ്, ബഅദ് പറഞ്ഞാൽ ശേഷം, മാ ഒരു കാര്യത്തിന് ശേഷം, ജാഅത്തുഹും അവർക്ക് വന്നെത്തിയതിന് ശേഷം, അൽ ബയ്യിന വ്യക്തമായ തെളിവ് വന്നെത്തിയതിന് ശേഷമല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. ഒന്നുകൂടി, തഫറക്ക, നമ്മൾ ഫറക്ക എന്ന് സാധാരണ എപ്പോഴാണ് പറയാറില്ല അറബിയിൽ? ഫറക്ക എന്താ ഫറക്ക പറഞ്ഞാൽ? വ്യത്യാസം. പിന്നെ കൊമേഴ്സുകാർ വേഗം വരാം, മാക്കു ഫർക്ക് അല്ലേ, ഒരു വ്യത്യാസവും ഇല്ല, ഫർക്ക് അല്ലേ. എന്നാൽ ആ പദം അസിൽ എവിടുന്നാണ് ഉത്ഭവിക്കണത്? ഓരോ പദത്തിനും ഒരു റൂട്ട് ഉണ്ടാവുമല്ലോ അല്ലേ. ആ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും അറബി ആയാലും ഒക്കെ റൂട്ട് ഉണ്ടാവും. ആ ഉടലെടുത്ത് വന്നൊരു സ്ഥലം ഉണ്ടാവും, വേരുണ്ടാവും. ആ പദം പണ്ട് കാലത്ത് സ്ത്രീകൾ മുടി ഇന്നത്തെ പോലെ ചീർപ്പല്ല, നല്ല എതളുള്ള നല്ല ചീർപ്പേക്കാരം. അങ്ങനത്തെ ചീർപ്പ് ഇപ്പോഴും ഉണ്ട് അല്ലേ. ആ ചീർപ്പ് കൊണ്ട് ഇങ്ങനെ മുടി വാരുമ്പം മുടി ഓരോ കട്ടകട്ടായിട്ട് ഇങ്ങനെ വേറിട്ടിക്കും. കണ്ടില്ല ഞങ്ങൾ? മുടി കട്ടകട്ടായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കും സ്ത്രീകളുടെ മുടി വാരുമ്പോൾ. അതിനാണ് ആ കാലഘട്ടത്തെ, പഴയ കാലഘട്ടത്തെ ആ പദം ഉപയോഗിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ മുടി ചീകുമ്പോൾ ആ മുടി പിന്നെ ചിന്ന ഭിന്നമായി പല പാർട്ടായി ഇങ്ങനെ നിൽക്കൂലേ. ഒന്നിച്ച് നിൽക്കണ മുടി നിങ്ങൾ വാർന്നു നോക്കി, അതിൻ്റെ ഒരു ഇതള ഇങ്ങനെ ഉണ്ടാവും, ഒരു കൂട്ടം ഇങ്ങനെ ഉണ്ടാവും, ഒരു കൂട്ടം അങ്ങനെ ഒരു കൂട്ടായിട്ട് ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കും. അവിടുന്നാണ് ആ പദം വരുന്നത്. ഇവിടെ ജൂത ക്രിസ്തീയ വിഭാഗം അവർക്ക് അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹമായ വേദഗ്രന്ഥം എന്ന ആ കാര്യം കിട്ടിയിട്ട് അവർ അത് കിട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഛിന്ന ഭിന്നമായി പോയിട്ടുള്ളത് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ പുറത്തുകൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞൊക്കെയാണ്, വമാ തഫറക്കല്ലദീന, ഒരു കൂട്ടർ ഭിന്നിച്ചു പോയിട്ടില്ല, ഛിന്ന ഭിന്നമായി. ആ ഭിന്നിക്കുക എന്ന് പറയുമ്പം ഓരോരോ എതളായിട്ട് ഇങ്ങനെ പോവാ. അസിൽ എന്തേ ഉള്ളൂ? ഒരു കാര്യമാണ്, ഒറിജിനൽ ഒരൊറ്റ കാര്യമുള്ളൂ അല്ലേ. ആ മരത്തു നിന്നാണ് പിന്നെ എന്ത് ചെയ്യണത്? ഒരുപാട് ചില്ലകൾ ഛിന്ന ഭിന്നായിട്ട് ഇങ്ങനെ പോണ്. വമാ തഫറക്കല്ലദീന ഊത്തുൽ കിതാബ, വേദം നൽകപ്പെട്ടവരാരോ അവർ ഭിന്നിച്ചു പോയിട്ടില്ല, അവർ ഛിന്ന ഭിന്നമായി പോയിട്ടില്ല, അവർ ശാഖകളായി വിഭാഗമായി പോയിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തിയതിന് ശേഷമല്ലാതെ എന്നുള്ളതാണ്. ഇവിടെ ജൂത ക്രിസ്തീയ ആരെ പറ്റിയത് പറയണത്? വേദം നൽകപ്പെട്ടവർ ഭിന്നിച്ചു പോയിട്ടില്ല എന്ന് ആരെ പറ്റിയാ പറയണത്? ഒരർത്ഥം
ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ നൽകിയപ്പോൾ ജൂതന്മാർ മൂസാ നബിയുടെ ആളുകൾ മുഴുവനായിട്ടും ഈസാ നബിയിൽ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവർ ഛിന്ന ഭിന്നമായി പോയി. ഒരർത്ഥം അത് മനസ്സിലാണ്ട് നിങ്ങൾക്കത്. ഒന്ന്, ഈസാ നബി അലൈഹി സ്വലാമിന് ഇഞ്ചീൽ ലഭിച്ചപ്പോൾ മൂസാ നബിയുടെ കൗമ് അനുയായികൾ എന്ത് ചെയ്തില്ല? ഈസാ നബിയിൽ പൂർണ്ണമായി വിശ്വസിച്ചില്ല. കുറച്ചാളുകൾ വിശ്വസിച്ചു, കുറച്ചാളുകൾ. രണ്ടാമത്തെ ഒരർത്ഥം, ജൂതരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ എന്ന് പറഞ്ഞാൽ ഇഞ്ചീലിൻ്റെ ആളുകളാവട്ടെ തൗറാത്തിൻ്റെ ആളുകളാവട്ടെ അവർ ഇത് വന്നെത്തിയപ്പോൾ അവർക്ക് വേദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ലഭിച്ചപ്പോൾ അവരും എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവരും ഛിന്ന ഭിന്നമായി പോയി. അതുവരെ അവർക്ക് എന്തുണ്ടായിരുന്നു? ഐക്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ അവരന്നൊക്കെ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകനെ പറ്റിയുള്ള സ്വഭാവമൊക്കെ അവരുടെ വേദഗ്രന്ഥത്തിലുണ്ട്. പക്ഷെ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? അവർ ഛിന്ന ഭിന്നമായി ഓരോരോ പാർട്ടിയായിട്ട് വിഭജിച്ച് പോയിട്ടുള്ളത്. അതിന് മുമ്പ് എന്തായിരുന്നു? അവർക്ക് നൽകപ്പെട്ട ആ വേദഗ്രന്ഥത്തിൻ്റെ ഐക്യം അവർക്കുണ്ടായിരുന്നു എന്നതാണ് ആ പദപ്രയോഗവും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം രണ്ടർത്ഥം, ഈസാ നബി അലൈഹി സ്വലാം വന്നപ്പോൾ മൂസാ നബിയുടെ അനുയായികളായ ആ ബനു ഇസ്രായേൽക്കാർ വിശ്വസിച്ചില്ല. രണ്ടാമത്, പിന്നെ ബനു ഇസ്രായേൽക്കാരായ ഇഞ്ചീലിൻ്റെയും ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ആളുകളായ അവരെന്ത് ചെയ്തില്ല? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ലഭിച്ചപ്പോൾ അവർ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരുന്നത്? ധിക്കാരവും അസൂയാണ് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. വമാ തഫറഖു, എന്താ തെളിവ്? വമാ തഫറഖു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും. അവരുടെ ഇടയിലുള്ള അതിക്രമം, അസൂയ, അത് കാരണമാണ് അറിവ് വന്നെത്തിയിട്ട് പോലും അവർ വിശ്വസിക്കാതെ ഛിന്ന ഭിന്നമായി പോയിട്ടുള്ളത്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ മുസ്ലിം സമുദായത്തോട് പറയുന്നുണ്ടെന്ന്, വലാ തകൂനു, നിങ്ങളാവരുത്, കല്ലദീന തഫറഖു, ഭിന്നിച്ചു പോയ ഈ വിഭാഗത്തെ പോലെ, ജൂത ക്രിസ്തീയ വിഭാഗത്തെ പോലെ, വഖ്തലഫു, അവർ ഭിന്നിച്ചു പോയി, മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ വന്നെത്തിയതിന് ശേഷമാണ് അവർ ഭിന്നിച്ചു പോയത്. വ ഉലൈക ലഹും അദാബുൻ അദീം, അവർക്ക് കഠോരമായ ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത്. അപ്പം വ്യക്തമായ തെളിവ് വന്നെത്തിയതിന് ശേഷം അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ തെളിവുകളൊക്കെ കിട്ടിയതിന് ശേഷമാണ് അവർ ഭിന്നിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഇന്നൽ യഹൂദ ഇഖ്തലഫു, ജൂതന്മാർ ഭിന്നിച്ചു, അല 71 ഫിർഖത്തൻ, 71 വിഭാഗമായി. വ ഇന്നൻ നസാറ യഖ്തലഫു അല 72 ഫിർഖ, 72 വിഭാഗമായി ക്രിസ്ത്യാനികളും വിഭജിച്ചു. വസ തഫ്റഖു ആദിഹിൽ ഉമ്മ 73 ഫിർഖ, 73 വിഭാഗമായി മുസ്ലിം സമുദായവും ഭിന്നിക്കും എന്നുള്ള. കുല്ലുഹ ഫിന്നാർ ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ ബാക്കിയൊക്കെ നരകത്തിലാണ്. ഖാലു, സഹാബത്ത് ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, ആ ഒരു വിഭാഗം എന്ന് പറഞ്ഞത് ആരാണ്? ഖാല മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് അവരാണ് വിജയിക്കുന്നവർ. അപ്പം വിജയത്തിൻ്റെ മാനദണ്ഡം അള്ളാഹും റസൂലും പഠിപ്പിച്ച ആ രീതിയിൽ നിലകൊണ്ട ആ സഹാബത്ത് സ്വീകരിച്ച മാർഗമാണ് യഥാർത്ഥ മാർഗം. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് നമ്മൾ പറയുന്നത്. അഹ്ലുസുൻ അൽ ജമാ എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാ? നബിയും സഹാബത്തും ഏതൊരു നിലപാടാണോ എടുത്തത് ആ നിലപാടെടുക്കുമ്പോഴാണ് വിജയം. ബാക്കിയൊക്കെ എന്താണ്? ആ നിലപാടെടുക്കുമ്പം ആ തൗറാത്ത് പറഞ്ഞ ആ കാര്യം, ഇങ്ങനെ ഒരു മുഹമ്മദ് നബി വരും, ഇഞ്ചീൽ പറഞ്ഞ കാര്യം മുഹമ്മദ് നബി വരും, ആ മുഹമ്മദ് നബി വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം അവർ സ്വീകരിക്കാതെ പോയതാണ് അവർ ഭിന്നിക്കാനുള്ള കാരണം എന്ന് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ഇനി നോക്കൂ, വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുമുൽ. എന്തിനാ ഈ ബയ്യിന എന്ന് പറയുന്നത്? ബയ്യിന എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ബാന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരു ഡൗട്ടും ഇല്ലാതെ ഒരു സംഗതി വ്യക്തമാക്കുന്നതിനാണ് ബാന. വെളിവായി, വ്യക്തമായി, ക്ലിയറായി എന്നുള്ളതിനാണ് ബാന. അതിൽ നിന്നാണ് ബയ്യിനത്ത് എന്ന പദം ഉണ്ടാകുന്നത്. വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ടുള്ള തെളിവിനാണ് എന്ത് പറയുക? ബയ്യിനത്ത്. ഇവിടെ ഉദ്ദേശിക്കണം എന്താ? വിശുദ്ധ ഖുർആൻ ഇല്ലേ? വിശുദ്ധ ഖുർആൻ വ്യക്തമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥം ബയ്യിനത്താണ്. വളരെ വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് അവരുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അത് കിട്ടിയതിന് ശേഷമാണ്, വിവരം കിട്ടിയതിന് ശേഷമാണ്, അറിവ് ലഭിച്ചതിന് ശേഷമാണ് ആര് ഭിന്നിച്ചിട്ടുള്ളത്? ജൂത ക്രിസ്തീയ വിഭാഗം ഭിന്നിച്ചിട്ടുള്ളത് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താ ജൂത ക്രിസ്തീയ വിഭാഗം ഭിന്നിക്കാനുള്ള കാരണം? കുറേ പാർട്ടിയാവാനുള്ള കാരണം എന്താ? പാർട്ടിയാവാനുള്ള കാരണം ജൂതന്മാർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടല്ല, നല്ല അറിവുണ്ട്. വേദഗ്രന്ഥത്തെ പറ്റിയുള്ള വ്യക്തമായ അറിവ് ആർക്കുണ്ട്? ജൂതന്മാർക്കുണ്ട്. അറിവുണ്ടായിട്ടും വിശ്വസിക്കാതെ പോയ ആളുകളാണ് ആര്? ജൂതന്മാർ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ ഓരോ ദിവസവും നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം. ആരാണ് ഈ ഗൈരിൽ മഗ്ലൂബി അലൈഹിം എന്ന് പറയുന്നത്? ജൂത വിഭാഗത്തെ പറ്റിയാണ്. അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായ ആ ആളുകളുടെ മാർഗത്തിലല്ല പടച്ചോനെ. വലല്ലാലി എന്ന് പറഞ്ഞാലോ വഴിവിഴച്ചവരുടെ മാർഗത്തിലുമല്ല. അള്ളാഹുവെ, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി ചേർക്കണമേ എന്നാണ് നമ്മൾ ഓരോ ദിവസവും 17 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത്. ഒരു മുസ്ലിം 17 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് എന്തിനാപ്പം? ജൂതന്മാരെ ഓർമ്മിപ്പിക്കണ ആ പദപ്രയോഗം നമ്മളോട് ഇങ്ങനെ അള്ളാഹു തആല പറയാൻ വേണ്ടി കൽപ്പിച്ചത്. വൈരിൽ മഗ്ലൂബി നമുക്കെന്തോ അതുകൊണ്ട് കിട്ടുക? മുസ്ലിം സമുദായത്തിനും ഇതേപോലുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കുന്ന അതിൻ്റെ അർത്ഥം അത് സംഭവിക്കാൻ പാടില്ല. എന്താ? മുസ്ലിം സമുദായത്തിന് വിശുദ്ധ ഖുർആനിനെ പറ്റി അറിവുണ്ടാവും. ആ അറിവുണ്ടായിട്ട് എന്ത് ചെയ്യും? അവർ ഈ ഖുർആനെ പറ്റി മൈൻഡ് ചെയ്യാതെ പോകും. അങ്ങനെ ഒരു അവസ്ഥ മുസ്ലിം സമുദായമേ നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കാണിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? വൈരിൽ മഗ്ലൂബി അലൈഹിം. ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ? അറിയാത്ത ആളുകളാ? നന്നായി അറിവുള്ള പണ്ഡിതന്മാരാ അല്ലേ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. എല്ലാ വിത്തും വിതർന്നത് അറിവുള്ള പണ്ഡിതന്മാരാ. അള്ള വെറുതെ പറഞ്ഞതല്ല എന്ത്? വൈരിൽ മഗ്ലൂബി അലൈഹിം. അതാണ് ഈ ചിന്ന ഭിന്നമായി പോണതൊക്കെ. ചിന്ന ഭിന്നമായി പോകാനുള്ള കാരണം അറിവുണ്ട്, പക്ഷേ അവരോടുള്ള അസൂയ, മറ്റൊന്നിനോടുള്ള അസൂയ, വെറുപ്പ്, ഹസദ്, ഈ ഒരു ഇത് മുസ്ലിം സമുദായമേ നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. സത്യത്തിനോട്, ആ സത്യം ആര് പറഞ്ഞാലും അതിനോട് അസൂയ പാടില്ല. അതാണ് വൈരിൽ മഗ്ലൂബി അലൈഹിം എന്ന ഇതിൻ്റെ ഉള്ളിലുള്ള. ഇനി വലല്ലാലി എന്ന് പറഞ്ഞതോ വഴിവിഴച്ചവർ. എന്തായി വഴിവിഴക്കാനുള്ള കാരണം? ഞാൻ ഇപ്പം ഇങ്ങനെ നടന്നുപോയി, വഴി തെറ്റി സാൽമിയയിലെത്തി, ഫൈഹാലല്ല. എന്തേ വഴിവെക്കാൻ കാരണം? വഴി അറിയാത്തതുകൊണ്ട് അല്ലേ? ചർക്കക്ക് വരണം, പക്ഷെ വഴി അറിയില്ല, അപ്പോൾ വഴി വെച്ചു. അപ്പം എന്തുകൊണ്ടാണ് വന്നത്? എൻ്റെ അറിവില്ലായ്മ അല്ലേ? ഇതാണ് ക്രിസ്ത്യാനികളെ പറ്റി അള്ളാഹു ഉപയോഗിച്ചത്. ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും പിന്നെ എന്തായി? വേദഗ്രന്ഥ അവരുടെ മുന്നിലുണ്ട്, അതിനെപ്പറ്റി ഒരു അറിവ് അവർക്കില്ല. അവർ തോന്നിയതൊക്കെ ദീനായി അവിടെ സ്വീകരിച്ചു. അങ്ങനെ ഈസാ നബിയെ റബ്ബാക്കി. പിന്നെ പറയും ഈസാ പിന്നെ അള്ളാഹിൻ്റെ മകനാണെന്ന് പറയും. ഇങ്ങനെ ഓൽക്ക് തോന്നിയതുപോലെ അവിടെ മതം ഉണ്ടാക്കി. കാരണം അറിവില്ലായ്മ. ഈ അറിവില്ലായ്മയും മഹാ അപകടമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാ? ഇസ്രായേലോ? അല്ല. അതിനെക്കാട്ടും വലിയ ശത്രു ആരാ? പിശാച് കടന്നു വരുന്ന ഒരു മേഖല ഉണ്ട്, നമ്മൾ അറിവില്ലായ്മ. എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മയാണ് ആര് കടന്നു വരിക?
പിശാച് കടന്നു വരും, ആ ഗേറ്റിലൂടെ വരും. ഇയാളെ പിടിക്കാം, അയാൾക്ക് അതിനെ പറ്റി വല്ലതുമില്ല. ഇന്നും അങ്ങനെ തന്നെയല്ലേ? നല്ല അറിയണ ആളാരും പിടിക്കൂല, ആരും പിടികൂടൂല. അറിയാത്ത ഓനെ പിടിച്ചാൽ കിട്ടും എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, ആ ഗേറ്റിലൂടെയാണ്. എൻ്റെ അറിവില്ലായ്മ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുക പിശാച് പിടികൂടാം. ജൂത ക്രിസ്തീയ വിഭാഗത്തിൽ പിന്നെ ക്രിസ്തീയ വിഭാഗം പിന്നെ ദൈവത്തിന് വേണ്ടി അപ്പോസ്തലന്മാരായിട്ട് പിന്നെ ഗ്രീക്കിലേക്കൊക്കെ പോകണ്ടല്ലോ അല്ലേ? ആ ഗ്രീക്കിൽ അന്ന് എന്താ? ബഹുദൈവ ആരാധനയാണ്. ആ ബഹുദൈവ ആരാധകരായ ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അന്നത്തെ ഫാദർമാർ, അപ്പോസ്തലന്മാർ, ഈസാ നബിയുടെ ഈ ആളുകളില്ലേ, പിന്നെ അവരെന്താ ചെയ്തത്? ആ കൂട്ടത്തെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ദീനിൽ അന്ന് അവർ പിന്നെ അവരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്ന പല ആഘോഷങ്ങളും, ഇപ്പോൾ ഉദാഹരണമായിട്ട് എങ്ങനെ ബർത്ത്ഡേ വന്നത് ഞാൻ അവർക്ക് പറഞ്ഞു അല്ലേ? എങ്ങനെ ഈ ബർത്ത്ഡേ ഒക്കെ വന്നത്? അതേപോലെ ആഘോഷങ്ങൾ മതത്തിലില്ലാത്ത ആഘോഷങ്ങളൊക്കെ വന്നത് എങ്ങനെ? അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു. അള്ളാഹു അല്ലാത്തവർ ആരാധിക്കണ ആ ബിംബാരാധകരുടെ മുമ്പിൽ തീയിൽ ആരാധിക്കുന്നവരൊക്കെ ആയിരുന്നു അവർ. അപ്പം അവർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ആഘോഷങ്ങളും ചില ആരാധനകളും ഉണ്ടാവും. അപ്പോൾ ഇവർ പറയും, ഞങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരാം, പക്ഷേ എന്തു ചെയ്യും? ഈ ആഘോഷം ഞങ്ങൾ കൊണ്ടാടും. അതൊന്നുമില്ല, അതിന് ഓരോ പേരുകളുണ്ട്. അങ്ങനെയാണ് ഇസ്ലാമിലേക്കില്ലാത്ത പല ആഘോഷങ്ങളും പിന്നെ ക്രിസ്തു മതത്തിൽ ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിക്കാത്ത പലതും ക്രിസ്തു മതത്തിൽ കടന്ന്, അല്ലാതെ ആ വേദഗ്രന്ഥത്തിലുള്ളതല്ല. മറ്റാളുകൾ പുറത്തു നിന്നുള്ള ഗ്രീക്കും യൂനാൻ പോലുള്ള ആളുകൾ ആ ക്രിസ്തു മതത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ അവരൊപ്പം ആ ഫാദർമാർ അതിനെ അനുവദിച്ചു കൊടുക്കാൻ, ഞങ്ങളത് ചെയ്തോളി, എന്നാലും ക്രിസ്ത്യാനിയായിക്കോളി. ഇന്നിപ്പം അങ്ങനെ ദൈവത്തുകൊണ്ട് എന്താ കാര്യം? ആലോചിച്ചു. നിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വരണം, നിങ്ങൾ മൗലൂദും പിന്നെ എല്ലാതും ഒരു കാര്യമൊക്കെ ചെയ്തോളി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ അർത്ഥമുണ്ടോ? നിങ്ങൾ ശിർക്ക് ചെയ്തോളി, എന്നാലും നിങ്ങൾ എന്തായി മെമ്പർഷിപ്പ് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ് അതിനുള്ളത്? ഇതാണ് ക്രിസ്തീയ വിഭാഗത്തിന് സംഭവിച്ചത്. അവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്തു. അതുകൊണ്ട് വലല്ലാലീൻ, അള്ളാഹ് നമ്മളോട് വെറുതെ പറഞ്ഞല്ല, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ പടച്ചോനെ എനിക്കിഞ്ഞ് വഴി കാണിച്ചു തരണേ അല്ലേ? നേരായ മാർഗത്തിൽ വഴി കാണിച്ചു തരണേ പടച്ചോനെ. അതാണത് സിറാത്തുൽ മുസ്തഖീമിൽ. ആ സിറാത്തുൽ മുസ്തഖീമിൻ്റെ പ്രത്യേകത എന്താ? പിന്നെന്താ? ഇതിനെ സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, പടച്ചോനെ നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗത്തിൽ. ആരാണത്? സിദ്ദീഖുമാർ, ശുഹദാക്കള്, അമ്പിയാക്കള് അല്ലേ? അമ്പിയ മുർസലുകൾ, ഇവരുടെയൊക്കെ മാർഗത്തിൽ. അവരേതൊരു പാന്താവിലൂടെയാണോ പോയത് ആ പാന്താവ് ഞങ്ങൾക്ക് നീ കാണിച്ച. അതാണ് മാ അന അലൈഹി വ അസ്ഹാബി എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ആ സിദ്ദീഖുമാർ കാണിച്ചു തന്ന, ആ അമ്പിയാക്കൾ കാണിച്ചു തന്ന, ആ ശുഹദാക്കൾ കാണിച്ചു തന്ന, ആ സലഫുകൾ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പടച്ചോനെ ഞങ്ങളെ നീ വഴി ചേർക്കണമേ. പിന്നെന്താണ്? വൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാ. ഈ രണ്ട് വിഭാഗത്തിലും പടച്ചോനെ ഞങ്ങൾ പെടുത്തല്ലേ എന്ന് പറയാൻ കാരണം, ഇതേപോലെ മുസ്ലിം സമുദായമേ, എൻ്റെ മനസ്സിലേക്കും നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ പിശാച് ഇത്തരം ചൈതികൾ കൊണ്ടുവന്നിടും. കുറേ കാലം കഴിയുമ്പോൾ അതും ആഘോഷിക്കുക, അതൊന്നും അത്ര പ്രശ്നമല്ല, അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പിക്കും. ആദ്യം എന്താ? നിസ്സാരവൽക്കരണം ഉണ്ടാവുക. ഞാൻ ഇപ്പോൾ എന്താപ്പം നിസ്കരിച്ചാൽ പോരെ, ജമാഅത്തിനൊന്നും പോകണ്ടല്ലോ, നമുക്കിങ്ങനെ തോന്നും. ആദ്യം പിശാച് അങ്ങനെ തോന്നിപ്പിക്കും അല്ലേ? എന്താ ഇപ്പം ജമാഅത്തിനൊന്നും പോയില്ലെങ്കിൽ നിസ്കാരം, എന്നാലിപ്പം അതൊക്കെ ആ സംഗതി അവിടെ കഴിയൂലേ? അപ്പം പിന്നെ പറയും ഇനിയിപ്പം ഇതിലിപ്പം ഞാൻ എണീച്ച് 7 മണിക്കാം, എന്നാൽ ഇനിയിപ്പോൾ 7 മണിക്ക് നിസ്കരിക്കാം സുബഹി എന്ന് നമുക്കിങ്ങനെ തോന്നും. ഇങ്ങനെ ഓരോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പിശാച് നമ്മളങ്ങനെ അല്പാൽപ്പായി പിടികൂടി അറിവുള്ളവരെയും പിടികൂടും, അറിവില്ലാത്തവരെയും പിടികൂടും. അതാണ് പിശാചിൻ്റെ ആ വഴിയിലേക്ക് പടച്ചവനെ ഞങ്ങളെ നീ ചേർക്കല്ലേ എന്നാണ് അവിടെ നമ്മൾ പറയുന്നത്. അപ്പം വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുൽ ബയ്യിന മാ അന അലൈഹി വസ്ഹാബി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വ്യക്തമായ പാന്താവ് അവർക്ക് വന്നെത്തിയതിന് ശേഷമാണ്
ജൂത ക്രിസ്തീയ വിഭാഗം ഭിന്നിച്ചു പോയിട്ടുള്ളത്. മുസ്ലിം സമുദായമേ, ഇതേപോലുള്ള ഭിന്നിപ്പ് നിങ്ങളിലും ഉണ്ടാകും എന്ന ഒരു താക്കീതാണ് അതിലുള്ളത്. ഇനി അടുത്ത് നോക്കി നിങ്ങൾ, വമാ ഉമിറു എന്താ അർത്ഥം? വമാ ഉമിറു പറഞ്ഞാൽ മാ എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല, ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു തആല അവരോട് കൽപ്പിച്ചിട്ടില്ല. എന്ത്? ഇല്ല ഇല്ല അല്ലാതെ, ലിയഅ്ബുദുല്ലാഹ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? മുഖ്ലിസീന എന്താ ഈ നിഷ്കളങ്കത? മുഖ്ലിസ് അറിയണത് മുഖ്ലിസീന. എപ്പോഴാ അറബികൾ ഖലസിനി എന്നറിയും? നിങ്ങളൊക്കെ കേട്ടില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ഇന്നൊന്ന് ഒഴിവാക്കിക്കൊണ്ട, ഇന്നൊന്ന് ക്ലിയർ ആക്കിക്കൊണ്ട. ഖലസിനി അല്ലേ? കുറേ ഇങ്ങനെ ലൈനിക്കുമ്പോൾ ഇതൊന്നും നിന്നെ ഒഴിവാക്കിയുണ്ടെങ്ങായി യാ അല്ലാ ഖലസിനി. പിന്നെ എപ്പോഴാ അറബികൾ പിന്നെ നമ്മൾ ഖലാസ് എപ്പോഴാ പറയാ? രക്ഷപ്പെട്ടു അല്ലേ? ഖലാസ് ഞാൻ കഴിഞ്ഞു, എൻ്റെ രക്ഷപ്പെട്ടു, എൻ്റെ എന്തായി? നമ്മൾ ബോർഡറിൽ ഇങ്ങനെ നിൽക്കുമ്പം സീലാഡ് അടിച്ച ഖലാസ് യാ അല്ലാ എന്ന് പറയും. അവിടെ ഖലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, കഴിഞ്ഞു അല്ലേ? അതൊക്കെ പദം എന്താണ്? ഖലസ എന്നാണ്. അപ്പം എന്തൊക്കെയാണ് അർത്ഥം ഖലസക്ക്? ഒരു തരത്ത് എന്നെ രക്ഷപ്പെടുത്തി തരണേ, രക്ഷപ്പെടുക എന്നുള്ള അർത്ഥം. മറ്റൊരു സ്ഥലത്ത് ഒഴിവാക്കുക എന്നുള്ള അർത്ഥം. ഈ രക്ഷപ്പെടലും ഒഴിവാക്കലും അതിലൊക്കെ ഒരു യുക്തിയുണ്ട്. എന്താ യുക്തി? നമ്മൾ ഈ നിഷ്കളങ്കത എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. ആ പദത്തിൻ്റെ ആ സൂത്രങ്ങൾ മനസ്സിലാക്കാനാണ്. എപ്പോഴാണ് ഒരു സംഗതി ഒഴിവാക്കുക എന്താ? ഒന്നൊക്കെ വേണ്ടാത്തൊരു കാര്യം ഒഴിവാക്കുക അല്ലേ? രക്ഷപ്പെടുത്തലോ, എന്തോ ഒരു മുള്ളും കെട്ടുണ്ട്, അതിന് രക്ഷപ്പെടുത്തുക. രണ്ടുമില്ലേ? ഖലസിനി എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രയാസം അയാളെ മുമ്പിലുണ്ട്, അതിന് രക്ഷപ്പെടുത്തുക. ഒഴിവാക്കലോ, എന്തോ വേണ്ടാത്ത കാര്യങ്ങളുണ്ട്, അത് ഒഴിവാക്കുക. അപ്പം നമ്മളെ നാടൻ ഭാഷയിൽ അതെന്താ? പിന്നെ അത് സ്വന്തമാക്കുക, മാത്രമാക്കുക എന്നർത്ഥം വെച്ച് നോക്കി. അഖ്ലസ എന്ന് പറഞ്ഞാൽ മാത്രമാക്കുക. എന്തിനെ? അപ്പം മുഖ്ലിസീന മാത്രമാക്കിക്കൊണ്ട്, അയാൾക്ക് മാത്രമാക്കിക്കൊണ്ട്, ലഹു അവന്, ആർക്ക്? അള്ളാഹുവിന്. എന്ത് മാത്രമാക്കിക്കൊണ്ട്? അദ്ദീന, ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? വണക്കം, ആരാധനയാണ് ഉദ്ദേശിക്കേണ്ടത്. വണക്കം, കീഴ്വണക്കം. അപ്പോൾ കീഴ്വണക്കം അല്ലെങ്കിൽ ദീന് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട്. ക്ലിയർ ആയപ്പോൾ നിങ്ങൾക്കത്? അതാണ് നമ്മൾ നിഷ്കളങ്കത. മലയാളത്തിൽ പറയുമ്പോൾ നമ്മളിങ്ങനെ അതിനെപ്പറ്റി ആ ഗൗരവം നമ്മളെ തലയിൽ കൂടെ ഓടൂല. ഓടും ഞങ്ങൾക്ക് എന്താ ഇപ്പം നിഷ്കളങ്കത, കളങ്കല്ലാത്തത് എന്ന് ഓടൂല. ആ പദം വരുന്ന രൂപം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഓർത്താൽ മതി. ഞങ്ങൾ അത് എനിക്ക് മാത്രമാക്കുക, ഇത് എൻ്റേത് മാത്രം ആക്കുക. അതിനാണ് എന്ത് പറയുക? അഖ്ലസ. അങ്ങനെ ആക്കണ ആൾക്കാണ് എന്ത് പറയുക? മുഖ്ലിസ് എന്ന് പറയുന്നത്. ഒരു സംഗതി നമ്മൾ വിചാരിച്ചൊരു സംഗതി എനിക്ക് മാത്രമാക്കുക. അപ്പോൾ ആർക്ക് മാത്രമാക്കാണ് ഇവിടെ? അള്ളാഹ്ക്ക്. മുഖ്ലിസിനെ കഴിഞ്ഞിട്ട് എന്താ പദം? ലഹു ആർക്ക്? അവന് മാത്രമാക്കുക. എന്തിനാക്കുക? ദീനിന് അവന് മാത്രമാക്കുക എന്ന് പറഞ്ഞാൽ ആരാധന അല്ലെങ്കിൽ ദീന്, വണക്കം, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനാണ് മുൻ സമുദായത്തിൽപ്പെട്ട ജൂത ക്രിസ്തീയ വിഭാഗത്തോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞോ? ഇത്രേ നമുക്ക് അടുത്ത ദിവസമാക്കാം അല്ലേ? അപ്പോൾ എന്നായിക്കോട്ടെ, അടുത്ത ആഴ്ചയിൽ നമുക്ക് ആയത്തോതാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.